ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, പിൽഗ്രിംസ് കമ്മ്യൂണിക്കേഷൻ പുറത്തിറക്കിയ ജിത്ത് ജോർജ് ആലപിച്ച പ്രാണനായി എന്നൊരു അതിമനോഹരമായ മ്യൂസിക് ആൽബമുണ്ട്. ദൈവത്തെ മറന്നുകൊണ്ട് തൻ്റെ ജോലിക്കും തൻ്റെതായ ഇഷ്ടങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ജീവിക്കുമ്പോൾ പെട്ടെന്നാണ് അവൻ്റെ മൊബൈലിലേക്ക് ഒരു കോൾ വരുന്നത്. തന്നെ മനസ്സിലാക്കാത്ത, താൻ കടന്നു പോകുന്ന ജോലിയുടെ ഭാരം മനസ്സിലാകാതെ കമ്പനിക്കു വേണ്ടി പണമുണ്ടാക്കാൻ മാത്രം തന്നെ ഉപയോഗിക്കുന്ന, തന്നെ ഒരു വസ്തുവിനെ പോലെ കരുതുന്ന മാനേജറിന്റെ ഫോൺ കോൾ ആയിരുന്നു അത്. താൻ അനുഭവിക്കുന്ന എല്ലാ വിഷമതകളിൽ നിന്നും രക്ഷപ്പെടുവാൻ ആദ്യം അവൻ പബ്ബിൽ പോയി മദ്യം കുടിക്കുകയും ആടുകയും പാടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ അവന്റെ വിഷമങ്ങളെല്ലാം അകറ്റാൻ അതിനൊന്നും കഴിഞ്ഞില്ല. പിന്നീട് അവൻ ഒരു പുഴയിൽ പോയി നീന്തുന്നുണ്ട്. എന്നിട്ടും അവന്റെ വിഷമത്തിന് ഒരു കുറവും ഉണ്ടാകുന്നില്ല. അവൻ വീട്ടിൽ വന്ന് കിടന്നുറങ്ങുമ്പോൾ ഒരു സ്വപ്നം കാണുകയാണ്. താൻ പുഴയിൽ കുളിക്കുന്നു. തന്റെ കഴുത്തിൽ ധരിച്ചിരിക്കുന്ന വെന്തീഞ്ഞയും കുരിശും അവന്റെ കഴുത്തിൽ നിന്ന് ഊരിപ്പോകുന്നു. ഉടനെ അവൻ ആ പുഴയിൽ നിലകിട്ടാതെ പുഴയുടെ അടിയിലേക്ക് താണു പോകുന്ന ഒരു ദൃശ്യം. പെട്ടെന്നാണ് അവൻ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേൽക്കുന്നത്. അത് ഒരു സ്വപ്നമായിരുന്നു എങ്കിലും തൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമായിരുന്നു എന്ന തിരിച്ചറിവിലേക്ക് ആ സ്വപ്നം അവനെ എത്തിക്കുകയാണ്. ഉടനെ തന്നെ അവൻ ഒരു മടക്കയാത്ര നടത്തുകയാണ്. താൻ ചെറുപ്പത്തിൽ പോയിരുന്ന പള്ളിയിലേക്ക്, തന്നെ ചെറുപ്പത്തിൽ ദൈവ വഴിയിലേക്ക് നടത്തിയിരുന്ന സിസ്റ്ററിന്റെ അടുത്തേക്ക്. പോകുന്ന വഴിക്ക് അവൻ ദൈവത്തെ ഓർത്തു പാടുന്ന അതിമനോഹരമായ ഒരു പാട്ടുണ്ട്. എൻ്റെ പ്രാണനും ജീവനുമായ യേശുവേ, മരുഭൂമിയാകുന്ന എൻ്റെ മാനസത്തിൽ പെയ്യുന്ന മഴയാണ് നീ. ആരും കൂട്ടില്ലാതെ ഞാൻ വിഷമിക്കുന്ന നേരങ്ങളിൽ എനിക്ക് കൂട്ടായി വരുന്ന ചങ്ങാതിയാണ് നീ. ഈ പാട്ടിന്റെ വരികൾ ഇന്ന് നമ്മുടെ മനസ്സിലും നാവിലും നിറച്ചുകൊണ്ട് ഇന്നത്തെ ഒന്നാമത്തെ വായനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നാം കാണുന്നത് ദൈവം ആമോസ് പ്രവാചകനിലൂടെ ഇസ്രായേൽ ജനത്തിന് നൽകുന്ന മുന്നറിയിപ്പാണ്. ഇസ്രായേലിലെ സമ്പന്നരായ വ്യക്തികൾ വലിയ വീടുകളിൽ താമസിക്കുകയും നല്ല ഭക്ഷണം കഴിക്കുകയും ആഘോഷങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ട് വളരെ സുഖകരമായ ഒരു ജീവിതം നയിക്കുകയാണ്. എന്നാൽ അവർ ദരിദ്രരെയും കഷ്ടപ്പെടുന്നവരെയും അവഗണിച്ചുകൊണ്ട് ദൈവത്തെ മറന്ന് അനീതിയിലും പാപത്തിലും ജീവിക്കുകയാണ്. ഇവരുടെ ഈ പ്രവൃത്തി ദൈവത്തെ അതിയായി ദുഃഖിപ്പിക്കുകയാണ്. അതിനാൽ ആമോസ് പ്രവാചകൻ വഴി ദൈവം അവരോട് അരുൾ ചെയ്യുകയാണ്, നിങ്ങൾ ഇങ്ങനെ തുടരുകയാണെങ്കിൽ നാശം നിങ്ങളെ കാത്തിരിക്കുന്നു. ഇന്നത്തെ ഒന്നാമത്തെ വായനയിലൂടെ ദൈവം നമ്മോട് പറയുന്നത്, സമ്പത്തുണ്ടാക്കുന്നത് തെറ്റല്ല, പക്ഷേ അതിൽ മാത്രം മുഴുകി മറ്റുള്ളവരെ അവഗണിക്കുന്നത് വലിയ പാപമാണ്. ദൈവം കാണുന്നത് നമ്മുടെ പണമല്ല, നമ്മുടെ മനസ്സാണ്. അതിൽ സ്നേഹവും കരുണയും ഉണ്ടോ എന്നതാണ് പ്രധാനമായത്. സ്വന്തം സുഖം മാത്രം നോക്കുന്നവർ ദൈവത്തിൽ നിന്ന് അകന്നു പോകും. മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവർ ദൈവത്തോടടുക്കുകയും ദൈവം അവരോട് എപ്പോഴും ചേർന്നിരിക്കുകയും ചെയ്യും. ഓർക്കാം ദൈവവചനം. സുഭാഷിതങ്ങളുടെ പുസ്തകം 19-ാം അധ്യായം 17-ാം വാക്യം. ദരിദ്രരോട് ദയ കാണിക്കുന്നവർ കർത്താവിനാണ് കടം കൊടുക്കുന്നത്, അവിടുന്ന് ആ കടം വീട്ടും. അതായത് നാം ദരിദ്രരെ സഹായിക്കുമ്പോൾ നാം ദൈവത്തിന് നൽകുന്നതിന് അത് തുല്യമാണ്. ദൈവം അതിന് പ്രതിഫലം നൽകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 40-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നത്, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരരിൽ ഒരുവന് നിങ്ങൾ അത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ഇന്നത്തെ രണ്ടാമത്തെ വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്നുള്ളതാണ്. പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത് ഇപ്രകാരമാണ്, നീ ദൈവത്തിന്റെ മനുഷ്യനായതിനാൽ പാപത്തെയും തെറ്റായ വഴികളെയും വിട്ട് നല്ല കാര്യങ്ങൾ പിന്തുടരുക. നീതി, വിശ്വാസം, സ്നേഹം, സഹനം, വിനയം എന്നിവയിലുള്ള ഒരു ജീവിതം നയിക്കണം. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒന്നല്ല, മറിച്ച് അതൊരു പോരാട്ടം തന്നെയാണ്. പക്ഷേ ആ പോരാട്ടത്തിൽ ഉറച്ചു നിന്നാൽ ദൈവം നിനക്കായി നിത്യജീവിതം എന്ന വലിയ പ്രതിഫലം നൽകും.
അതുകൊണ്ട് നീ സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും ദൈവത്തിൻ്റെ കൽപ്പനകൾ കൃത്യമായി പാലിക്കുകയും ചെയ്യണം. വിശുദ്ധ പൗലോസ് തൻ്റെ ലേഖനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം മാത്രമാണ് എല്ലാത്തിൻ്റെയും അധിപനും രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കന്മാരുടെ പ്രഭുവും. ഈ ദൈവത്തിൽ നമ്മുടെ വിശ്വാസവും ഭയഭക്തിയും കാത്തു സൂക്ഷിച്ച് നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ ദൈവം ശാശ്വത പ്രതിഫലമായ നിത്യജീവിതം നമുക്ക് നൽകും. അതുകൊണ്ട് തന്നെയാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 118 അധ്യായം 8 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നത്: മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നതാണ് നല്ലത്. ഇന്നത്തെ വിശുദ്ധ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിലൂടെ കടക്കുമ്പോൾ നാം കാണുന്നത് ധനവാനായ മനുഷ്യനെയും ദരിദ്രനായ ലാസറിനെയുമാണ്. ധനവാനായ മനുഷ്യന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ധനവാൻ ചെയ്ത ഏറ്റവും വലിയ കുറ്റം എന്നത് അവന്റെ പടിവാതിക്കൽ കിടന്ന ദരിദ്രനായ ലാസറിനെ കാണാതെ പോയി എന്നതാണ്. ലാസറിനെ പോലെ നമ്മുടെ സഹായം കാത്തു കിടക്കുന്നവർ ഇന്ന് നമ്മുടെ വീട്ടിലും ജോലി സ്ഥലത്തും ക്ലാസ് മുറികളിലും തെരുവുകളിലും ഒക്കെയുണ്ട്. നമ്മുടെ കാരുണ്യത്തോടെയുള്ള ഒരു നോട്ടവും സ്നേഹത്തോടെയുള്ള ഒരു വാക്കും നമ്മുടെ അകമഴിഞ്ഞുള്ള സഹായവുമെല്ലാം നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയും. ഒരു ക്ലാസ്സിലെ ടീച്ചർ കുട്ടികളോട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് ആരാകാനാണ് ഇഷ്ടമെന്ന് ഒരു പേപ്പറിൽ എഴുതുവാൻ പറഞ്ഞു. കുട്ടികൾ എഴുതിയ പേപ്പർ ടീച്ചർ വായിച്ചു കൊണ്ടിരിക്കെ ഒരു കുട്ടി എഴുതിയത് ടീച്ചറിനെ വല്ലാതെ ചിന്തിപ്പിച്ചു. ആ കുട്ടി എഴുതിയത് ഇപ്രകാരമായിരുന്നു: എനിക്ക് ഒരു TV ആകാനാണ് ആഗ്രഹം. കാരണം എൻ്റെ വീട്ടിലെ അമ്മയും അപ്പനുമെല്ലാം സർവ്വസമയവും TV നോക്കി ഇരിപ്പാണ്. എന്നോടൊന്ന് സംസാരിക്കാനോ എൻ്റെ ക്ലാസ്സിൽ നടന്ന കാര്യങ്ങൾ ചോദിക്കാനോ അവർക്ക് സമയമില്ല. എന്നാൽ ഇന്ന് കുട്ടികളോട് എഴുതാൻ പറഞ്ഞാൽ അവർ എഴുതുന്നത് മൊബൈൽ ഫോൺ എന്നായിരിക്കും. 2 വയസ്സുള്ള കുട്ടി മുതൽ കുഴിയിലേക്ക് കാൽ നീട്ടിയിരിക്കുന്ന പ്രായമേറിയ ആളുകൾ വരെ ഏത് സമയവും ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സാപ്പ് തുടങ്ങിയവയിൽ റീൽസ്, കമന്റ്സ്, ലൈക്ക്, സ്റ്റാറ്റസ്, വീഡിയോ കാണുന്ന തിരക്കിലാണ്. എന്നാൽ ഇതിനിടയിൽ തൻ്റെ ജീവിത പങ്കാളിയോടും മക്കളോടും ഒന്ന് നേരാവണ്ണം സംസാരിക്കാൻ, സമയം പങ്കിടാൻ ആർക്കും സമയമില്ലാതെ വരുമ്പോൾ നാമും ധനവാനായ ഈ മനുഷ്യനെ പോലെ ആകുന്നില്ലേ? എന്നാൽ മരണമെന്ന വില്ലൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഞാൻ വാരിക്കൂട്ടിയ ധനവും ഞാൻ ഇൻസ്റ്റയിലും വാട്സാപ്പിലും ചെലവഴിച്ച സമയവും ഒന്നും തന്നെ എന്നെ രക്ഷിക്കുവാനായിട്ട് കടന്നു വരുന്നില്ല. ഇൻസ്റ്റഗ്രാം, വാട്സാപ്പ് എന്നിവ മോശമാണ് എന്നല്ല, സ്വന്തം കുടുംബാംഗങ്ങൾക്ക് നൽകേണ്ട സമയം പോലും ഇൻസ്റ്റഗ്രാം, വാട്സാപ്പ്, ഫേസ്ബുക്കിന് കൊടുക്കുമ്പോൾ നാമും നമ്മുടെ വീട്ടിലുള്ള ആളുകളെ ദരിദ്രനായ ലാസറിന് തുല്യമാക്കുകയല്ലേ ചെയ്യുന്നത്? ഓർക്കുക, ജീവിതം ഒന്നേയുള്ളൂ. ഈ നിശ്ചിതമായ സമയത്ത് സ്വന്തം ജീവിത പങ്കാളിയോടും മക്കളോടും മാതാപിതാക്കളോടുമൊപ്പം സമയം പങ്കിടാൻ ശ്രമിക്കുക. മൊബൈൽ, ലഹരി, സ്വാർത്ഥത എന്നിവയുടെ അടിമത്തത്തിൽ നിന്ന് ഒന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ചുറ്റുമുള്ളവരെ കാണാനും അവരുടെ സന്തോഷത്തിലും വേദനയിലും പങ്കുചേർന്നുകൊണ്ട് ഒരു നല്ല മനുഷ്യനായി തീരാൻ ശ്രമിക്കുക. നാം ആദ്യം കേട്ട മ്യൂസിക് ആൽബത്തിലെ അവസാന വരികൾ നമുക്ക് ഒരു പ്രാർത്ഥനയാക്കി മാറ്റാം. ഈശോ, എൻ്റെ ഈശോ, സ്നേഹമായി നിറയണമേ. ഈശോ, എൻ്റെ ഈശോ, കൃപയായി വന്നിടണേ. എൻ്റെ പ്രാണനായി, എൻ്റെ ജീവനായി, നീ എൻ്റെ സ്വന്തമായി.